ഗൈസ്, അപ്പം ഞാനിന്നൊരു സൈക്കോളജിക്കൽ ട്രിക്സ് പറഞ്ഞുതരാൻ പോവുക. നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യുന്ന കുറച്ച് ട്രിക്കുകൾ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ ട്രിക്സ് ദാറ്റ് യൂഷ്വലി വർക്ക്സ്. ഏതാണ് വർക്കാവുന്നത്, ആക്ച്വലി വർക്കാവുന്ന കുറച്ച് ട്രിക്കുകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാം. ഈ വീഡിയോയിൽ ഫുള്ള് അതായിരിക്കും ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ബെനിഫിറ്റ് ആയിരിക്കും. നല്ലൊരു ട്രിക്കാണ്. കുറേ ആൾക്കാർക്ക് എങ്ങനെയാണ് കുറച്ച് ട്രിക്സ് ബെനിഫിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് അവരെ തന്നെ റിയലൈസ് ചെയ്യണമെങ്കിൽ മുന്നേ, അവർ റിയലൈസ് ചെയ്യണമെങ്കിൽ മുന്നേ നമുക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിങ്ങനത്തെ കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, എന്തായാലും വീഡിയോ ഇട്ട് പോവാം. വീഡിയോയിലോട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ ഫുൾ പോയിന്റുകളും അറിയാവൂ. ഇതിൽ 5 പോയിന്റ് ഉണ്ട്. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ട്രിക്കാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന്. ഇതൊക്കെ നാച്ചുറൽ ട്രിക്കാണ്, അങ്ങനെയാണെങ്കിൽ പറയാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും. എന്തായാലും ഞാൻ വീഡിയോയിലോട്ട് പോവാം. എന്തായാലും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ട്രിക്കാണ്. എന്ന് പറഞ്ഞാൽ, ആരും സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അവർ നിങ്ങളെ കൂടുതൽ കോൺഫിഡൻ്റ് ആണെന്ന് കരുതും. മനസ്സിലായി? ഐ കോണ്ടാക്ട് തന്നെ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക അവരെ. അപ്പോൾ അവർ വിചാരിക്കും നല്ല കോൺഫിഡൻ്റ് ആണ് നമ്മൾ എന്ന് വിചാരിക്കും. പക്ഷേ സ്റ്റെയർ ചെയ്യേണ്ട, നാച്ചുറലായിട്ട് 3-5 സെക്കൻഡ് മതി. മനസ്സിലായി? ഒരു കണ്ണിലോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ സ്റ്റെയർ ചെയ്ത് നോക്കുകയും ചെയ്യില്ല, അല്ലാതെ തന്നെ നമ്മൾ നോർമലി ഒരു 3-5 സെക്കൻഡ് അങ്ങനെ നോക്കിയാൽ മതി, നാച്ചുറലായിട്ട് തന്നെ. അതാണ് ഒന്നാമത്തെ ട്രിക്ക്. പിന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് മിറർ ടെക്നിക്ക് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ, ആൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ അയാളെ സബ്ജക്റ്റിലായി കോപ്പി ചെയ്താൽ, എന്ന് വെച്ചാൽ അയാൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ആവാൻ നോക്കുക. അവർ അന്നോയിങ്ങിലി നിങ്ങളോട് കംഫർട്ടബിൾ ആവും. അവർ പോലും അറിയാതെ നമ്മളോട് അവർ കംഫർട്ടബിൾ ആയിത്തീരും. മനസ്സിലായി? ഇത് മിററിങ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഇതാണ് മിററിങ്. നമ്മൾ അവരെ പോലെ എന്താണ് ഓപ്പോസിറ്റ് അതൊന്ന് ചെയ്തു നോക്കുക, അപ്പം അങ്ങനെയാവും. പിന്നെ മെയിനായിട്ട് ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ സൈലൻസ് പവറാണ്. ഇതിൽ സൈലൻസ് പവർ എന്ന് പറയും മൂന്നാമത്തെ ടെക്നിക്ക്. എന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾ സൈലൻ്റ് ആയി ഇരിക്കൂ. എന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുക നിങ്ങൾ, എന്നിട്ട് സൈലൻ്റ് ആയിട്ട് അങ്ങ് ഇരിക്കണം. അപ്പോൾ ആളുകൾ കൂടുതൽ സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആളുകൾ കൂടുതൽ വന്ന് സംസാരിക്കും. മനസ്സിലായി? സൈലൻസ് ആളുകളുടെ പ്രഷർ ചെയ്യുന്നു. നല്ല രീതിയിൽ സൈലൻസ് ആളുകളെ പ്രഷർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ്. പിന്നെ ഇതും ഒരു നല്ലൊരു ട്രിക്കാണ്. നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നോട്ട് ട്രിക്ക് എന്ന് പറയും. അത് നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്ലൈറ്റായി തലനോട് ചെയ്താൽ മതി. മനസ്സിലായോ? ലിസണർ ഓട്ടോമാറ്റിക്കലി എഗ്രേസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാക്കും. ഇങ്ങനെ ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി അവരും ആക്കാനുള്ള ടെൻഡൻസി കാണും. മനസ്സിലായോ? അത് സത്യമാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ചെയ്ത് കാണും നിങ്ങൾ ആരെങ്കിലുമൊക്കെ. ബിക്കോസ് നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി ആണ് സഡൻലി അങ്ങനെ ആയിപ്പോവും. അങ്ങനത്തത് അത് മിക്കവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ്, 5ാമത്തെ പോയിന്റ് എന്ന് എനിക്ക് മനസ്സിലായ സൈക്കോളജി ട്രിക്ക് എന്ന് പറയുന്നത് നെയിം യൂസേജ് എന്ന് പറയുന്ന സൈക്കോളജി ട്രിക്കാണ്. അതെന്ന് പറഞ്ഞാൽ, ആളിൻ്റെ പേര് കോൺവെർസേഷനിൽ യൂസ് ചെയ്താൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ആളിൻ്റെ പേര് എടുത്തിട്ടുണ്ട്, അപ്പം അവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കും. അത് ശരിയാണ്, അവർ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം എല്ലാവർക്കും സ്വന്തം പേര് കേൾക്കാൻ ഇഷ്ടമാണ്. അത് ശരിയാണ്, നമ്മൾ അവരെ പേര് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കാരണം അവർ കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കും. അപ്പം അത് അങ്ങനെയാണ്. ഇതാണ് മെയിൻ 5 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ഐ കോണ്ടാക്ട് ട്രിക്ക്, പിന്നെ മിറർ ടെക്നിക്ക്, മൂന്നാമത്തെ സൈലൻസ് പവർ, 4ാമത്തെ നോട്ട് ട്രിക്ക്, 5ാമത്തെ നെയിം യൂസേജ്. ഇതാണ് മെയിൻ 5 ട്രിക്ക്. ഇത് സത്യം പറഞ്ഞാൽ ട്രിക്സ് ഒന്നും അല്ല, മനുഷ്യരുടെ ബ്രെയിൻ നാച്ചുറലി റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ആവുന്നത് ഓരോരുത്തരും. നമുക്ക് തന്നെ അതറിയാം. ഇതിൽ ഏത് ട്രിക്ക് നിങ്ങൾ ആൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. പിന്നെ നിങ്ങളിത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. ബിക്കോസ് ഇത് അങ്ങനത്തെ കുറേ ട്രിക്കുകളാണ്. ഇത് മിക്ക ആൾക്കാരും ചെയ്യും ഇങ്ങനെയൊക്കെ. നമ്മൾ പേര് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അവർ അറ്റൻഷൻ നമുക്ക് എടുക്കാം. ഇതൊരു ട്രിക്ക് പോലെ തല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രിക്ക്.
പിന്നെ നിങ്ങൾക്ക് ഇത് കുറേ പേര് ചെയ്ത് കാണും, വർക്കായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഇതിൽ കമൻറ്റിലൂടെ അറിയിക്കും. പിന്നെ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.